ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നാണ് ഗണപത് UP സ്കൂൾ. ആ സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ ഇടത് സർക്കാരിന്റെ നയമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഒരു കാലത്ത് സാധാരണക്കാരന്റെ അത്താണിയായിരുന്ന ഈ എയ്ഡഡ് വിദ്യാലയം അടച്ചുപൂട്ടിയത്. തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികൾ, പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ഗണപത്തിന്റെ 138 വർഷങ്ങൾക്ക് പറയാൻ കഥകൾ ഏറെയുണ്ട്. നഗരത്തിലെ തിരക്കേറിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, സർക്കാർ ജീവനക്കാർ തുടങ്ങി കോഴിക്കോടിന്റെ വികസനത്തിനായി ഈ സ്കൂളിന്റെ സംഭാവനകൾ ഏറെയാണ്. നടൻ കുതിരവട്ടം പപ്പുവും കുഞ്ഞാണ്ടിയും ഇവിടത്തെ വിദ്യാർത്ഥികളായിരുന്നു. സ്വകാര്യ വിദ്യാലയങ്ങൾ കൂണുപോലെ മുളച്ചുപൊന്തിയ 90കളുടെ അവസാനം മുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമായിരുന്നു പ്രധാന പരിമിതി. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളിലൊന്നും സ്കൂളിനെ ഉൾപ്പെടുത്തിയില്ല. ഈ വർഷം 5 കുട്ടികളാണ് സ്കൂളിൽ അവശേഷിച്ചത്. അവർ കൂടി TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോയതോടെ സ്കൂളിന് പൂട്ടുവീണു. ഞങ്ങളിത് വാർത്ത അറിഞ്ഞപ്പെടുന്ന സത്യത്തില് ബേജാറാകുന്നു. ബേജാറാകാരണം ഒരു കണ്ണിൽ വെള്ളം വരുന്ന മരുന്ന് ആയിപ്പോയി. അത്രയും നമ്മളെ ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ച് വളർന്ന് ഇത്ര എത്തിയിട്ട് പെട്ടെന്ന് സുപ്രഭാതം ആകെ വിഷമം തന്നെ ആയിപ്പോയി. പിന്നെ എത്രയോ മാഷുമാർ, ടീച്ചർമാരൊക്കെ വളരെ വളരെ ഭംഗിയോടുകൂടി നമ്മോട് പെരുമാറിയിട്ടുണ്ട്. അത്രയും നല്ല സ്കൂളാണ് ഗണപതി സ്കൂൾ എന്ന് പറഞ്ഞാൽ. അത്രയും വേണ്ടപ്പെട്ട നമുക്ക് ഇതുള്ള അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഓരോ ക്ലാസ്സിൽ 50-55 കുട്ടികളോളം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഞങ്ങളെ തലമുറ കാരണന്മാരൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചത്. അത്രയും നല്ലൊരു സ്കൂൾ. അവിടുത്തെ ടീച്ചർമാരൊക്കെ ലീല ടീച്ചർ, ശാന്ത ടീച്ചർ, സിലോമൻ ടീച്ചർ, സജി ടീച്ചർ, ഇങ്ങനെ കുറേ അപ്പുകുട്ടൻ മാഷ്, കുറേ മാഷുമാർ, ടീച്ചർമാർ, പ്രഭു മാഷ് ഒക്കെ ഞങ്ങൾക്കൊരു പേടിയായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. നമ്പൂരി മാഷ്, അവരൊക്കെ മക്കൾ, കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒക്കെ ടീച്ചേഴ്സായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ മക്കള് ഞങ്ങളിപ്പോൾ 1ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ എപ്പോഴും ഞങ്ങൾക്കുണ്ട്. സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയും മറ്റ് സ്കൂളിലേക്ക് വിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴും നാശത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴും സർക്കാർ ഇടപെട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളൂ ഇതിപ്പോ കുട്ടികളെ ചേർത്തലും ഇല്ല. ചേർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടുത്തെ ഈ ശോചനീയാവസ്ഥ കണ്ടിട്ട് തന്നെ രക്ഷിതാക്കള് എല്ലാ സ്കൂളുകളും നല്ല രീതിയിലാകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്കൂളിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞേക്കാന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലത്താണ് സ്കൂൾ കെട്ടിടം നിലനിൽക്കുന്നത്. വിദേശത്തുള്ള സ്കൂൾ ഉടമകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്കൂൾ സ്ഥലം വിൽക്കുന്നതിനായാണ് കരുക്കൾ നീക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്.